ആ സമയത്ത് ഞാനൊരു തീരുമാനം എടുത്തിരുന്നു, ഇങ്ങനെ വർക്ക് കുറഞ്ഞപ്പോൾ എന്തുകൊണ്ടൊരു സംവിധായകൻ്റെ രംഗത്തേക്ക് പോയിക്കൂടാ എന്നൊരു ചോദിച്ചു. അപ്പോൾ പലരും പറഞ്ഞു വേണ്ട, ആ രംഗം ഹരിക്ക് നല്ലതല്ല, ഹരി കാണാൻ സുന്ദരനൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അഭിനയിക്കുന്നതാണ് നല്ലത്. ഞാൻ അഭിനയം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ മദ്രാസിൽ നിന്നു. അവസാനം അത് തീരെ നിവൃത്തിയില്ലാത്ത ഒരു ചുറ്റുപാടിലേക്ക് പടം കുറഞ്ഞ് വന്ന് തീരെ നിവൃത്തിയില്ലാതെ പിന്നെ സാമ്പത്തികമായും ഒക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ വേഷങ്ങൾ അഭിനയിക്കാൻ തുടങ്ങി. ഇത്രയും വലിയ വേഷങ്ങൾ ചെയ്ത് ഞാൻ അവസാനം എക്സ്ട്രാ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നു. അന്ന് ഞങ്ങളുടെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ 25 രൂപയായിരുന്നു ഒരു ദിവസത്തെ. 25 രൂപ കൊണ്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞുകൊണ്ട്. അപ്പോഴും ഞാൻ സിനിമ വിടരുത്, സിനിമ പിടിച്ചു നിൽക്കണം, പലരുടെയും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി, പലരും കഷ്ടപ്പെട്ടിട്ടാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കി. ജോസ് പ്രകാശ് സാറ് എന്നോട് പറഞ്ഞു, ഹരി എന്തുകൊണ്ട് നല്ലൊരു നടനല്ലേ, ഹരിക്ക് എന്തുകൊണ്ട് നാടകരംഗത്തേക്ക് വന്നുകൂടാന്ന് ചോദിച്ചു. ഇല്ല സാർ, സിനിമ വിട്ട് നാടകരംഗത്തേക്ക് അല്ല, മാനസികമായ സംതൃപ്തിയായി കിട്ടുന്നതാണ് നാടകരംഗത്ത് പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളൊക്കെ നാടകരംഗത്ത് വന്ന് വിജയിച്ചവരാണ്, എന്തുകൊണ്ട് ഹരിക്ക് ട്രൈ ചെയ്തുകൂടാ, ഞാൻ വേണമെങ്കിൽ ലെറ്റർ തരാം, റെക്കമെൻഡേഷൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാടകരംഗത്തേക്ക് വരാനൊരു ശ്രമം നടത്തി. അങ്ങനെ കേരളത്തിലേക്ക് വീണ്ടും വരുന്നു. പിന്നെ ചങ്ങനാശ്ശേരി ഗീത, പിന്നെ നാഷണൽ തിയേറ്റേഴ്സ്, കാദംബരി തിയേറ്റേഴ്സ്, കുറേ നാടകങ്ങൾ അഭിനയിച്ചു. അപ്പോൾ അതെൻ്റെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. കാരണം പല അനുഭവങ്ങളും, ജീവിത അനുഭവങ്ങളും നാടക അനുഭവങ്ങളും എനിക്ക് കിട്ടി. അന്ന് നമ്മുടെ പ്രസിദ്ധരായിട്ടുള്ള തിലകൻ സാറ്, പിന്നെ അച്ഛൻ കുഞ്ഞ്, ഇങ്ങനെ KK ജേക്കബ്, ആലഞ്ചേരി, അബൂബേക്കർ, ഇങ്ങനെ പല പ്രശസ്തരായിട്ടുള്ള നടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ അഭിനയം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. അപ്പോൾ അഭിനയത്തെ പറ്റി കുറച്ചുകൂടെ പഠിക്കാൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഞാൻ നാടകരംഗവുമായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു, ബെല്ലാൻഡിൻ്റെ പടങ്ങളിൽ. ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ സ്വാമി അയ്യപ്പൻ, അംബിക അംബാലിക, പിന്നെ ദേവി കന്യാകുമാരി, ഇങ്ങനെ കുറേ പടങ്ങളിൽ കളിച്ചു. ഏറ്റവും കൂടുതൽ പുരാണ പടങ്ങളിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. സിനിമയിൽ ചെറുതും വലുതുമായി തന്നെ തേടിയെത്തിയ എല്ലാ കഥാപാത്രങ്ങളെയും ഒരേ മനസ്സോടെ സ്വീകരിച്ച നടനാണ് ഹരി. അഭിനയം ആവേശമായി കൊണ്ടുനടന്ന ഒരാൾ. കഥാപാത്രമായി വേഷപ്പകർച്ച നേടാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായ ഈ അഭിനേതാവിന് പറയാൻ പൊള്ളുന്ന അനുഭവങ്ങളുമേറെയാണ്. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു പടത്തിൽ ഞാൻ ആലപ്പുഴ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിനകത്തൊരു ഉള്ളാടനായിട്ട് ഞാൻ അഭിനയിക്കേണ്ട അവസരം ഉണ്ടായി. അപ്പോൾ അത് ശരീരത്തിൽ ബ്ലാക്ക് മറ്റേ പാൻ കേക്ക് ഇടണം. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ ദിവസവും എനിക്ക് പാൻ കേക്ക് ഇടാറുണ്ട്, ദേഹത്ത് മുഴുവൻ അടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പാൻ കേക്ക് കൊണ്ടുവന്ന് ഇട്ടു, ശരീരത്തിലിട്ടു. 2-3 ദിവസം ഇട്ടു. 3-4 ദിവസം കഴിഞ്ഞ ഉടനെ ദേഹത്തിൽ തടിപ്പ് പോലെ, ശരീരത്തിൽ ചൊറിച്ചിൽ പോലെയൊക്കെ വന്നു. അപ്പോൾ ഞാൻ നേരെ ഡോക്ടറെ പോയി കണ്ടു. എന്താ ഈ സംഭവം ശരീരത്തിൽ വന്നിരിക്കുന്നത്? കാരണം എൻ്റെ ശരീരത്തിൽ അടിക്കാത്ത പെയിൻ്റ് ഇല്ല. വെള്ളയടിച്ചിട്ടുണ്ട്, പച്ചയടിച്ചിട്ടുണ്ട്, ചുവപ്പടിച്ചിട്ടുണ്ട്, കറുപ്പടിച്ചിട്ടുണ്ട്, സകല വിധത്തിലുള്ള പെയിൻറ്റും എൻ്റെ ശരീരത്തിൽ അടിച്ചിട്ടുണ്ട്. ഈ പാൻ കേക്ക് തടവിയിട്ടുണ്ട്. ഒരു പരുവത്തിൽ ഈ പരുവത്തിലാകാനുള്ള കാരണം അത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിച്ച് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, എന്താ സംഭവം, അല്ല എന്തോ അലർജി വരാൻ കാരണം എന്തോ കെമിക്കൽ സംഭവമാണെന്ന് പറഞ്ഞു. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ശരീരത്തിൽ അടിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഓക്സൈഡ് എന്നാണെന്നുള്ളതാണ്. ബ്ലാക്ക് ഓക്സൈഡിന് വെളിച്ചെണ്ണയിൽ തടവിയിട്ട് എൻ്റെ ശരീരത്തിൽ ആ മേക്കപ്പ് മാൻ പുരട്ടിയിരിക്കുകയാണ്. കാരണം ഈ പാൻ കേക്കിന് വളരെ വിലയുണ്ട്, 10,000-4,000 രൂപ വിലയുണ്ട്. അപ്പോൾ ദിവസം ഒരു പാൻ കേക്ക് 4,000 രൂപ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ചിലവാക്കാനൊന്ന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇയാൾ ഈ ബ്ലാക്ക് ഓക്സൈഡ് വാങ്ങിച്ച് വെളിച്ചെണ്ണയിൽ തടവി കൂട്ടത്തിൽ അടിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ ശരീരത്തിന് വളരെയധികം ബാധിച്ചു. ഇപ്പോഴും അതിൻ്റെ റിയാക്ഷൻസ് എനിക്കുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല.